62 ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത്. 1600 രൂപ വീതമാണ് പെൻഷനായി ലഭിക്കുന്നതും. ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം നേരത്തെ ആകാനുള്ള സാധ്യതകൾ ഏറെയാണ്. ജൂൺ 19 മുമ്പായി തന്നെ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് പെൻഷൻ വിതരണം നേരത്തെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ അംഗീകരിക്കുകയാണെങ്കിൽ പെൻഷൻ വിതരണം നേരത്തെ തന്നെ ഉണ്ടാകുന്നതുമായിരിക്കും. ജൂൺ 25 മുതലാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷനും ക്ഷേമനിധി ബോർഡ് മുഖേന ലഭിക്കുന്ന പെൻഷൻ വാങ്ങുന്നവർക്കും മസ്റ്ററിംഗ് ആരംഭിക്കുന്നത്. 2 മാസത്തെ കാലാവധിയാണ് മസ്റ്ററിംഗ് ചെയ്യാനായിട്ട് ഉള്ളത്. ജൂൺ 25 മുതൽ ആഗസ്റ്റ് 24 വരെ മസ്റ്ററിംഗ് ചെയ്യാനും സാധിക്കും. അക്ഷയ കേന്ദ്രങ്ങൾ വഴി മാത്രമേ മസ്റ്ററിംഗ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളിൽ നേരിട്ടെത്തിയാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടത്. എന്നാൽ വീടുകളിൽ കിടപ്പ് രോഗികൾ ഉണ്ടെങ്കിൽ ആ വിവരം അക്ഷയ സെന്ററുകളെ അറിയിക്കേണ്ടതാണ്. അവർക്ക് കൃത്യമായ ഫോൺ നമ്പറും വിലാസവും നൽകണം. അങ്ങനെയാണെങ്കിൽ അവർക്കുള്ള മസ്റ്ററിംഗ് വീടുകളിൽ വന്ന് ചെയ്യുന്നതായിരിക്കും. ഫീൽഡ് തല മസ്റ്ററിംഗ് നടക്കുമ്പോഴായിരിക്കും വീടുകളിൽ വന്ന് മസ്റ്ററിംഗ് ചെയ്തു തരിക. വാർദ്ധക്യകാല പെൻഷൻ, വിധവാ പെൻഷൻ, കർഷക തൊഴിലാളി ആനുകൂല്യങ്ങൾ, ഭിന്നശേഷി ആനുകൂല്യങ്ങൾ തുടങ്ങിയ പെൻഷനുകൾ വാങ്ങുന്ന എല്ലാവരും തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ്. കൂടാതെ ക്ഷേമനിധി ബോർഡ് നൽകുന്ന പെൻഷൻ വാങ്ങുന്ന ആളുകളും മസ്റ്ററിംഗ് കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ചില സാഹചര്യങ്ങളിൽ മസ്റ്ററിംഗ് തടസ്സപ്പെടാൻ കാരണമായേക്കാം. ആ സമയത്ത് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ നിന്നും ലൈഫ് സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. അത് നൽകിയാൽ മസ്റ്ററിംഗ് വിജയകരമായി തന്നെ പൂർത്തീകരിക്കാനും സാധിക്കും. 2025-26 വർഷത്തിലെ വാർഷിക മസ്റ്ററിംഗ് ആണിത്. അതിനാൽ 1600 രൂപ ലഭിക്കുന്ന എല്ലാവരും തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കേണ്ടതാണ്. പെൻഷൻ തടസ്സമില്ലാതെ ലഭിക്കുന്നതിന് ഇത് തീർച്ചയായും ചെയ്യണം. മസ്റ്ററിംഗ് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട രേഖ ആധാർ കാർഡാണ്. അതിനാൽ ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിലോ പുതുക്കാനുണ്ടെങ്കിലോ ഈ സമയം അവ കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. ആധാർ കാർഡിൽ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ഉണ്ടെങ്കിൽ മസ്റ്ററിംഗ് ചിലപ്പോൾ സാധ്യമല്ലാതെ വന്നേക്കാം. അതിനാൽ ആധാർ കാർഡ് കൃത്യമായി തന്നെ പരിശോധിച്ച് പുതുക്കാനുണ്ടെങ്കിൽ അവ ചെയ്യേണ്ടതാണ്. മസ്റ്ററിംഗ് പൂർത്തിയാക്കി കഴിയുമ്പോൾ ഒരു പ്രിന്റ് ലഭിക്കുന്നതായിരിക്കും. ആ പ്രിന്റ് സൂക്ഷിച്ചു വെക്കേണ്ട ഒന്ന് തന്നെയാണ്.